പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യസന്തോഷമാണെൻ ഭവനേ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യസന്തോഷമാണെൻ ഭവനേ രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമസങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമസങ്കേതം കർത്തനൊത്ത് അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമില്ലേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമില്ലേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാ നീയുലകിൽ കർത്താവുവാനിൽ വെളിപ്പെടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാ നീയുലകിൽ കർത്താവ് വാനിൽ വെളിപ്പെടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക എത്തി ഞാനും
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ. വേർപാട് ദുഃഖിക്കുന്ന ലൈലയ്ക്കും നിഖുവിനും ആനിക്കും വളരെ പ്രിയപ്പെട്ട എല്ലാവർക്കും സർവാശ്വാസത്തിൻ്റെ ഉടവിടമായ ദൈവം തമ്പുരാൻ സകല ബുദ്ധിയെ കഴിയുന്ന സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ദുഃഖം അറിയിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയും ചെയ്യുന്നു. 26 വർഷമായി പ്രഭയെ അറിയാമെന്ന് പറയുമ്പോൾ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ കുടുംബമായി 1977 കണമൂല വൈദ്യസനായി പഠിക്കാൻ വന്ന സമയം മുതൽ ലൈലയുടെ പിതാവ് ജസ്റ്റിസ് സാർ അവിടെ ജോലി ചെയ്യുന്ന സമയം മുതൽ ഈ കുടുംബമായും ലൈലയുമായും ഒക്കെ പരിചയപ്പെടാൻ സാഹചര്യം ലഭിച്ചു. അത് ജീവിതത്തിൽ പുതിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നൽകുന്നതായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നഥനയിൽ വരുന്നത് കണ്ടപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. ഞങ്ങളുടെ സ്നേഹബന്ധം തീവ്രമാകുന്നത് 1998 മുതൽ ഷിക്കാഗോയിൽ പ്രഭയും കുടുംബവും അംഗമായിരുന്ന സഭയിലെ ശുശ്രൂഷകനായി ചെന്ന കാലം മുതലാണ്. വ്യക്തിപരമായി ഷിക്കാഗോയിലെ എൻ്റെ ശുശ്രൂഷമാരുടെ ബന്ധത്തിൽ എനിക്ക് പ്രഭയോട് ഒത്തിരി കടപ്പാടുണ്ട്. ഞാനിവിടെ അധ്യാപകനായിരിക്കുകയാണ് ഷിക്കാഗോയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് വാഹനം ഓടിക്കണമെന്ന് അറിയാമായിരുന്നുകൊണ്ട് ഇവിടെ നിന്ന് വാഹനമൊക്കെ പഠിച്ചിട്ട് പോയി. അവിടെ ചെന്ന് സഭയുടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കണമായിരുന്നു. അതിന് അവിടുത്തെ റോഡും ചട്ടങ്ങളും നിയമങ്ങളൊന്നും അറിയാവുന്നതുകൊണ്ട് ഈ പ്രഭയുടെ ടൊയോട്ട കൊറോണയായിരുന്നു ആ വണ്ടിയിൽ എന്നെ കൊണ്ടുപോകുന്നത്. അതൊരു വലിയ ഒരു നീണ്ട കാലഘട്ടമായിരുന്നു. സാധാരണ
സഭയിലുള്ള മറ്റ് സഭാംഗങ്ങളൊക്കെ പറഞ്ഞു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അച്ഛന് വേണ്ടി ഓടിച്ചോളും, പുറത്തുപോയൊക്കത്തില്ല. എവിടെയെല്ലാം കൊണ്ടുപോകണം, എവിടെ കൊണ്ടുപോകാതിരിക്കണം, അവിടെയെല്ലാം കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്ന രീതി. മാത്രമല്ല, ഒടുവിൽ ടെസ്റ്റ് നടത്തുന്നതിന് മുൻപ് ടെസ്റ്റിൻ്റെ ഇൻസ്ട്രക്ടേഴ്സ് പോകുന്ന അതേ വഴിയിലൂടെ എന്നെ പപ്പ കൊണ്ടുപോയി. ഞങ്ങൾ ഒരുമിച്ച് പോയി ലൈസൻസ് കിട്ടി. എന്നാൽ പോലും എന്നെ എക്സ്പ്രസ് വേയിലൂടെ പോകാൻ പ്രഭ അനുവദിക്കുകയില്ലായിരുന്നു. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ഞാൻ താമസിക്കുന്ന സെമിനാരിയിൽ നിന്ന് പള്ളിയിൽ ചെല്ലാമായിരുന്നെങ്കിൽ ഏകദേശം 45 മിനിറ്റ് കൊണ്ട് മാത്രം ചെല്ലാമെന്ന് ലോക്കൽ വഴിയിലൂടെ മാത്രമേ എന്നെ കൊണ്ടുപോയുള്ളായിരുന്നു. പിന്നെ എനിക്ക് വഴി തെറ്റി ഒരു പ്രാവശ്യം അറിയാതെ എക്സ്പ്രസ് വഴി കയറിയതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. ഇത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഉള്ള കാര്യം. എനിക്ക് പ്രഭയോട് കുടുംബത്തിലുള്ള ഏറ്റവും വലിയ കടപ്പാടെന്ന് പറയുന്നത് സഭയോടുള്ള ബന്ധത്തിനാണ്. പള്ളി തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെ, അതുപോലെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും സഭ ശ്രദ്ധിച്ചിരുന്നു. മറ്റൊരു മതവിശ്വാസിയായിരുന്ന പ്രഭാകരൻ നായർ DJ ദിനകരൻ്റെ സുവിശേഷ പ്രവർത്തനത്തിലൂടെ മനസാന്തരപ്പെട്ടു. ആ മനസാന്തര അനുഭവം പ്രഭയിൽ തൻ്റെ ജീവിത അന്ത്യം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന രാവിലെ 11 വ്യത്യസ്തമായി ലൈലയൊക്കെ അവർ പാട്ടുപാടി ആ സമയത്ത് പ്രഭ കണ്ണു തുറന്നിരിക്കുക. സാധാരണ കണ്ണടച്ച് കിടക്കുന്ന മനുഷ്യൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ലൈല പ്രഭയെ ഉറക്കാതിരിക്കാൻ തടയിക്കൊണ്ടൊക്കെ ഇരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പല പ്രാവശ്യം പറഞ്ഞ് ആ പ്രാർത്ഥന അവസാനിപ്പിച്ചു. അപ്പോൾ പ്രഭിച്ചെല്ലാം കേട്ടോ എന്ന് ലൈലയെ വെച്ചപ്പോൾ കേട്ടു എന്ന് പറഞ്ഞു. വളരെ പ്രത്യാശയോടെ, ധൈര്യത്തോടെ, സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ആർക്കും എന്ത് ചെയ്തു കൊടുക്കുവാൻ പ്രഭയ്ക്ക് മനസ്സായിരുന്നു. സഭയിൽ ഏതച്ഛന്മാരെ ശുശ്രൂഷകരായി വന്നാലും, അത് ഏത് മഹായുടെ എന്നുള്ളവരായാലും, തനിക്ക് നേരത്തെ അറിയാവുന്ന ആളായാലും അല്ലെങ്കിൽ തന്നെയും ആ അച്ഛന്മാരുടെ കൂടെയായിരുന്നു എല്ലായ്പ്പോഴും ഈ പ്രഭ. സഭയിൽ ആരൊക്കെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയാലും പ്രഭ എപ്പോഴും അച്ഛന്മാരുടെ കൂടെയായിരുന്നു. 76-ാം വയസ്സിൽ പ്രഭ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു പക്ഷേ ഇതിന് 10-15 വർഷം മുമ്പ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്ക രോഗമുണ്ടായതാണ്. ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു. ഈ ശുശ്രൂഷ കേൾക്കുവാൻ പ്രഭയ്ക്ക് ഇടയായത് എന്ന് പറയുക. ഈ കഴിഞ്ഞ കാലങ്ങളിൽ 10-15 വർഷമായി ലൈലയൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തൻ്റെ ഇപ്പോൾ കാണുന്ന ഈ ശരീരവും വയറും ഒന്നും പ്രഭയെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. നേരത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടായതാണ്. അല്ലെങ്കിൽ നിൽക്കുന്നേക്കാൾ അല്പം കൂടെ നീളമുള്ള വളരെ കൃഷകാത്രനായ ഒരു മനുഷ്യനായിരുന്നു ഈ പ്രഭ. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ എത്ര നിലയുണ്ടായാലും ചാടി കയറിയേ പോകത്തുണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആഹാരമായിരുന്നു കഴിച്ചിരുന്നത്. അങ്ങനെയുള്ള ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച ഒരാൾ. എന്നാൽ ഒരു സമയത്ത് ഒരു വലിയ സ്ട്രോക്ക് ഉണ്ടാകുകയും അത് വളരെ ഗുരുതരമാവുകയും നല്ല ചികിത്സ ലഭിച്ചുകൊണ്ട് കുറേ നാൾ ജീവിക്കുവാൻ ദൈവം അവസരം നൽകി. പ്രഭയുടെ സാക്ഷ്യ ജീവിതം മൂലമാണ് കുടുംബത്തിലും തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വേലുക്കുട്ടി നായർ, പട്ടാളം വേലുക്കുട്ടി എന്നോട് പറയായിരുന്നു, പട്ടാളത്തിലായിരുന്നുകൊണ്ട് വേലുക്കുട്ടി നായർ പ്രഭ ക്രിസ്ത്യൻ വിശ്വാസി ആയപ്പോൾ പറഞ്ഞു, അയ്യോ കുടുംബത്തിന് ശാപമായി പോയല്ലോ ഇവനിങ്ങനെ പോയത്. അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. പോകുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ പറയുമായിരുന്നു. തൻ്റെ ഏക മകളുടെ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള മരണവും അത് ദുഃഖിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഒരു സമയത്ത് ഓരോരുത്തരോട് പറഞ്ഞു, വെച്ചാൽ ഞാൻ പലയിടത്ത് പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും എനിക്കൊരു സ്വസ്ഥതയും സമാധാനം ലഭിച്ചില്ല. യേശുദേവൻ എന്നെ സഹായിച്ചതുകൊണ്ട് ഇനി ഇപ്പോൾ ഞാൻ യേശുദേവൻ്റെ മാർഗത്തിലാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളിയിലങ്ങ് പോകില്ല. എവിടെയെങ്കിലും അകലെയുള്ളൊരു പള്ളി, അത് ഏത് പള്ളിയായാലും, കത്തോലിക്ക പള്ളിയായാലും ഓർത്തഡോക്സ് പള്ളിയായാലും ഏത് പള്ളിയാണ് അവിടെ പോയി ആരാധിക്കും, ദൈവത്തെ വിളിച്ച് തിരികെ വരുമെന്ന് പറഞ്ഞു. സാഹചര്യമൊക്കെ മാറി. ഇങ്ങനെ പറഞ്ഞ ഈ വേലുക്കുട്ടി നായർ എന്നോടൊടുവിൽ പറഞ്ഞു, അച്ഛാ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ ഓർക്കുന്നു പ്രഭ വിശ്വാസത്തിലേക്ക് വന്ന കാലത്ത് എനിക്കൂടെ ആ വിശ്വാസത്തിലേക്ക് പോകാൻ സാധിച്ചില്ലല്ലോ എന്നിപ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. എങ്കിലും ഇപ്പോൾ ക്രിസ്ത്യ വിശ്വാസനായി സന്തോഷമുണ്ട് പറഞ്ഞു. ഒടുവിൽ CSI ദക്ഷിണ മഹായുടെ ഒരു പള്ളിയിലെ അംഗമായി അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു.
മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏക മകൾ ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്, ബിന്ദു. അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ ഏക മകൻ കണ്ണൻ. ഇവരൊക്കെ ക്രിസ്ത്യവിശ്വാസനായി തീരുവാൻ പ്രൊഫയിലൂടെ സാധിച്ചു. ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിക്കുകയും ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ എത്ര പേരെ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ക്രിസ്ത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ള ഓർക്കുന്നത് നല്ലതാണ്. പ്രൊഫയ്ക്ക് അത് സാധിച്ചു. ദൈവം വലിയ കൃപയാൽ അതിനെ അനുഗ്രഹിച്ചു എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഷിക്കാഗോയിൽ നിന്ന് വന്ന പല സമയങ്ങളിലായി ഇവിടെ തിരുവനന്തപുരത്ത് പാർക്കുന്ന സമയത്തും ഞങ്ങളുടെ സ്നേഹബന്ധം പുതുക്കുവാൻ, പ്രത്യേകിച്ച് ഞാൻ കടമ്പര വൈദ്യസേനയിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. അടുത്ത സമയത്തും പ്രൊഫയ്ക്ക് നല്ല ബോധം തെളിയുന്ന സമയത്ത് ലൈല എന്നെ വിളിക്കും, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു. പണ്ട് മുതലേ ഞങ്ങൾ വളരെ തമാശ രൂപത്തിൽ പറയുകയും തിരുവനന്തപുരം ഭാഷയിൽ ആദ്യം വിളിക്കുമ്പോൾ എന്തിരപ്പി, എങ്ങനെ ഇരിക്കുന്നു, സുഖങ്ങൾ തന്നെ, ഇങ്ങനെയൊക്കെ ചോദിച്ച സന്തോഷത്തോടെ എപ്പോഴും എല്ലാ മനുഷ്യരെ സ്നേഹിക്കാനല്ലാതെ ആരോടും പിണങ്ങാൻ പ്രൊഫയ്ക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്നവരുള്ള പഞ്ചപാപമൊന്നുമില്ലായിരുന്നു. വളരെ ചൂടനായിരുന്നു. എങ്കിലും ദൈവകൃപയാൽ, ദൈവസ്നേഹത്താൽ മറ്റുള്ളവരെ കാണാൻ, അവരെ അംഗീകരിക്കാൻ, അവരോട് ചേർന്ന് ജീവിക്കുവാൻ. അതുകൊണ്ട് പ്രഭയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ജീവിതം ഈ ലോകത്തിലേത് അവസാനിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ വലിയ ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു സംശയം കൂടാതെ നമ്മൾ ആരുമല്ല സ്വർഗരാജ്യം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നതൊന്നും. പക്ഷേ പ്രഭയെക്കുറിച്ച് നാം അറിയുന്നിടത്തോളം എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവനെ വരിക, ഉപകാരം മുതൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് അവകാശം കൊടുക്കുക. ഇത് പ്രഭ കേട്ടു. നിശ്ചയമായും നിത്യനായ ദൈവത്തോടൊപ്പം നിത്യമായ സന്തോഷം അനുഭവിക്കുന്നു. അതൊരു സംശയമില്ല. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ ഈ സമയം വരുമ്പോൾ സമാധാനത്തോടെ ലോകത്തു നിന്ന് പോകുന്നതിനും. അതുകൊണ്ട് ഞങ്ങളുടെ ആരാധനക്രമത്തിൽ സംസ്കാര ശുശ്രൂഷയുടെ ഒരു പ്രാർത്ഥന ഒരു ഭാഗത്തുണ്ട്. ഈ അങ്ങയുടെ ദാസനെ പാപവും പരീക്ഷയുമുള്ള ലോകത്ത് വിളിപ്പാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യും. കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ, ജോസഫ് പറഞ്ഞതിൻ്റെ തുടക്കമായിട്ട് തന്നെ ഞാനൊന്ന് ചുരുക്കമായിട്ട് നിർത്തിക്കൊള്ളട്ടെ. എല്ലാവർക്കും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം. പക്ഷേ അപൂർവങ്ങൾക്ക് മാത്രമേ ക്രൈസ്റ്റായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ, ക്രിസ്തുവായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഹി ഈസ് ദ പേഴ്സൺ ഹു ലിവ്ഡ് ആസ് എ ക്രൈസ്റ്റ്. ക്രിസ്തുവായി ജീവിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മതങ്ങൾക്കും മതിലുകൾക്കും സംസ്കാരങ്ങൾക്കും ഭാഷകൾക്കും അതീതമായി ട്രൈ ടു ബി എ ക്രൈസ്റ്റ്. അതൊരിക്കലും ഒരു റിലീജിയൻ്റെ ഐഡൻറ്റിറ്റി അല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി ഹോൾഡ് ഓൺ ചെയ്ത ഒരു ശ്രേഷ്ഠദാസനാണ് അദ്ദേഹം. പ്രായവും എല്ലാം എങ്ങനെയാണെങ്കിലും ഞങ്ങളും പ്രഭച്ചേട്ടാന്നാണ് വിളിക്കുന്നത്. അറിഞ്ഞുകൊണ്ടത് എന്താണെന്ന് ആ ഫീൽ. അമേരിക്കയുടെ ശുശ്രൂഷയിലൂടെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. കണ്ണമ്മൂല സഭയെയും കണ്ണമ്മൂല എന്ന പേരും അമേരിക്കയുടെ ഐക്യനാടുകളിൽ കൊണ്ടെത്തിക്കുവാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വിസ്മരിച്ചു. അതൊക്കെ ഇവിടെ ഭയങ്കര ശ്രേഷ്ഠന്മാരായിട്ടൊക്കെ ജീവിക്കും. പക്ഷേ USA പോലെയുള്ള നോർത്ത് അമേരിക്കയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഐക്യ കൗൺസിലുകളിലും ഇന്നൊരു പുതിയ ഡയസസായി രൂപപ്പെടുമ്പോഴുമൊക്കെ കണ്ണമ്മൂല എന്ന വാക്ക് ഇവിടെ ജന്മം കൊണ്ടും ഈ പള്ളിയിൽ അംഗമായവരും അമേരിക്കയിൽ കുടിയേറിയതിനു ശേഷം അവരുടെ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലാണ് അതറിയപ്പെട്ടത്. അത് വളരെ അഭിമാനത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാണ്. എങ്ങനെ പറയണമെന്നും എന്ത് പറയണമെന്നും നമുക്കറിയാൻ കഴിയുകയില്ല. പക്ഷേ ശുശ്രൂഷയുടെ മനോഭാവം, ഞാൻ അവിടെ ചെല്ലുമ്പം 2019 ചെല്ലുമ്പം കുറേ ഗ്യാപ്പിന് ശേഷം വന്നു. സ്ട്രോക്ക് ബാധിച്ച ഒരാൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ നോബഡി കാൻ ബിലീവ് ഇങ്ങനെ ഒരാൾ തിരിച്ചു വരുമെന്ന്. പക്ഷേ അതിനുശേഷമുള്ള ശുശ്രൂഷയിൽ അനേകം സ്ട്രോക്ക് ബാധിച്ച വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, പ്രഭച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ, കംപ്ലീറ്റ് സ്ട്രോക്ക് ബാധിച്ച ഒരാൾ തിരിച്ചു വന്ന് ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളും ഒരു നാളിൽ തിരിച്ചു വരും. അന്നതിന് അത് പറയാൻ ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ് ലിവിങ് വിറ്റ്നസ്. എല്ലാവർക്കും
നമ്മുടെ പ്രത്യാശയായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇവിടെ ഇന്ന് നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്ന പ്രിയ സഹോദരൻ ലോകത്തിന് നൽകിയതായ ഒരു വലിയ സന്ദേശവും അത് തന്നെയാണ്. ലൈലയുമായി ആ കുടുംബവുമായി വളരെ കാലത്തെ സ്നേഹബന്ധം എനിക്കുണ്ട്. പ്രത്യേകിച്ചും 78 കണ്ണമൂല വൈദിക സെമിനറിയിൽ പഠിക്കുവാൻ വന്നപ്പോഴും അത് മുതൽക്ക് ഇവിടെ പറഞ്ഞതുപോലെ ലൈലയുടെ പിതാവ് വൈദിക സെമിനറിയിലെ ഒരു സ്റ്റാഫായിരുന്നു. മാത്രമല്ല എൻ്റെ നാട്ടുകാരൻ കൂടെ ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം പുലർത്തിയിട്ടുണ്ട്. തുടർന്ന് മകളുടെ വിവാഹത്തെക്കുറിച്ച് എന്നെ അറിയിച്ച് ഞാൻ വന്നപ്പോഴൊക്കെയും പ്രഭയെക്കുറിച്ച് പറയുകയുണ്ടായി. കണ്ണമൂല വൈദിക സെമിനറിയിൽ ആയിരുന്ന സമയത്ത് മുഴുവൻ കാലങ്ങളിലും അവരുടെ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൽ ആകുന്നതിന് മുൻപ് താൻ ആരായിരുന്നു, ജീവിതം എന്തായിരുന്നു എന്ന്, എന്നാൽ ക്രിസ്തുവിൽ ആയതിനു ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി എന്നോട് പങ്കിട്ടിട്ടുണ്ട്. അത് വാക്കുകൾ മാത്രമല്ല, ആ കുടുംബാംഗങ്ങളുടെയും വിശ്വാസി സമൂഹത്തിൻ്റെയും മധ്യത്തിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചു. ആകുന്നിടത്തോളം കൂട്ടായ്മകളിൽ പങ്കുകൊള്ളുവാനും അതോടൊപ്പം ദൈവത്തെ മഹത്വീകരിപ്പാനും ശ്രദ്ധാലുവായിരുന്നു. ബലഹീന അവസ്ഥയിലായിരുന്നപ്പോഴൊക്കെയും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അംഗൻവാടി കുട്ടിയെ എങ്ങനെയാണോ നോക്കേണ്ടത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അദ്ദേഹത്തെ കരുതി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒരു വാക്ക് മാത്രമാണ് ഇപ്പോഴും എനിക്ക് പറയുവാനുള്ളത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്ന പഴയത് കഴിഞ്ഞുപോയി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഞങ്ങളുടെ സഭയിലെ കുഞ്ഞപ്പി യേശുദാസ് അച്ഛൻ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറയുമായിരുന്നു, നിന്നിൽ ദൈവാത്മാവ് ഉണ്ടെന്ന് പറയുകയും നിന്നിൽ സ്നേഹമില്ല എന്ന് പറയുകയും ചെയ്താൽ എനിക്ക് സംശയമുണ്ട്, നിന്നിലായിരിക്കുന്നത് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് പറഞ്ഞു കേട്ട എല്ലാ വ്യക്തിത്വങ്ങളും പ്രിയപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ദൈവം സ്നേഹം തന്നെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ അവൻ കാണേണ്ട ഏറ്റവും പ്രധാനമായ ഒരു ഭാവം സ്നേഹത്തിന്റെ ഭാവമാണ്. സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ പറയുകയാണ്, ഞാൻ സംശയത്തോടുകൂടെയാണ് നോക്കുന്നത്. കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളും പ്രത്യേകിച്ച് പ്രിയ കുടുംബത്തിനും കണ്ണമൂല സഭയുടെയും എൻ്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. വലിയവനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. First of all, I just want to thank everybody that's here, especially all the Dutchans that are here. Thank you so much for being here. I want to thank everybody that's here. I'm just very thankful because, you know, we made the decision to bring my dad here just a couple of weeks ago, and I was, you know, against coming. I think my wife and a couple of my cousins convinced me that, you know, maybe it's a good idea that I should go. And then it was supposed to be my mom, myself, and my dad coming back here, but eventually we talked to my wife and she decided to come also. We didn't know any of this was going to happen. We were bringing him here so that he could spend his last days here, but we didn't know that it would come so quickly. But I'm just so thankful that, you know, my wife and I, we were able to be here for it and to just be with him in his last moments, especially the flight here and all that. I think you've heard it so many times here that my dad was a very, very hardworking man. In 2008, he had a stroke, and even that couldn't stop him. He continued to be a hardworking person in our home, in the church.
He cleaned and he swept and he did all these things. He took care of the household things. He did all that for so many years. A major stroke where they said that he was, in 2008, they said that he was going to die within 6 months. But even the Hindu doctors, they said that he was a walking miracle. That couldn't even stop him. God gave him so many more years to spend with our family. My dad and I had a very rocky relationship. You know, he was very short-tempered. I'm very short-tempered. So that always caused a lot of issues. But I'll never forget, in 2018, after a lot of years that they spent here in India, they came to visit us in America. And during that time, God made us like friends. He restored our relationship and He made us like friends. I'm so thankful from that 2018 until now that I was able to spend, the time with Him. And God started pulling out all these memories when we were younger, Not the bad ones, but all the good ones. He made me the man that I am standing here today. My career, everything that I am today, my prayer life, my walk with God, everything that I am is thanks to my dad. I'm very thankful for all the people here. I want to thank my mom because she's so much stronger than I am. And she went through so much with my dad. And it only made her stronger, and she's the individual she is today because of him. I want to thank my wife who's here, just for all the support, for all the strength. I want to thank my wife's parents, my father-in-law, my mother-in-law. There's a couple more people that have just in the past couple of days have been so instrumental. Susie Auntie is here, and over the past couple of days, I didn't really have to know anything that's going on. Everything's being arranged. Thank you so much for that. My cousin, who I call Manichar, he's been there since yesterday morning. Him along with his wife and daughter, and they've just been so instrumental and just so helpful. And I know there's a lot of other people, but I'm just mentioning the people that I see. One other person before I sit down, just want to say, came into our lives just this Saturday. He came as a nurse to take care of my dad. Peter, I'm very thankful for you. The past couple of days, you've stepped in and you just, become like another son to my father in these past couple of days. And I'm so thankful for you and your presence here. I want to thank everybody once again. My dad was a very, very hardworking person. He prayed for everybody by name. That's the one thing that I'll never forget is that he prayed consistently. He prayed constantly. Even though his body was starting to give up, he continued to pray. He continued to thank God. I'm so thankful for those last memories with him, and I'm thankful again for all of you here. Thank you. ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട് നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യത്തിൻ മുൻപിലെന്ത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒത്തിരി സമയം എടുക്കത്തില്ല. എല്ലാവരും പല പല കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുമായിട്ടുള്ള മാത്രം ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. 83-ലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ജൂൺ 2-ാം തീയതി 40 വർഷം തികഞ്ഞതിൻ്റെ വലിയൊരു പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചു. ഈ വർഷവും വെൽവെറ്റ് ജോൺ അച്ഛൻ എന്നെ വിളിച്ചു ജൂൺ 2. പക്ഷേ എൻ്റെ മനസ്സ് എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ബോധിപ്പിച്ചാണെന്ന് അറിയത്തില്ല, അച്ഛാ അത് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ജൂൺ വരുന്നു, അതിനു മുമ്പേ എന്നെ വിട്ട് കടന്നുപോയി. അതുകൊണ്ടാണ് ആ ഒരു ആഘോഷത്തിന് ദൈവം എന്നെ അനുവദിക്കാത്തത്. ഈ 40 വർഷം എന്ന് പറയുമ്പോൾ അക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ആ ഹിന്ദു ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യേശുവിനെ അറിഞ്ഞ് വന്ന് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ജേക്കബ്, ഞങ്ങളുടെ പപ്പ, ഇസ്രായേൽ അച്ഛൻ, ഇങ്ങനെയുള്ളവരുടെ ഗ്രൂപ്പിൽ കൂടി ചേർന്ന് അങ്ങനെ വചനം പഠിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ ആദ്യത്തെ ചിന്തകൾ എന്നും മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ എന്നോട് പറയും, ഓ ഇന്നാര് കൊള്ളത്തില്ല, ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത്, ആരെയും നോക്കരുത് എന്ന് പറഞ്ഞില്ല. പക്ഷെ ഞാനും ചിന്തിക്കുമ്പോൾ ആ തെറ്റുകളെല്ലാം ആ വ്യക്തികൾക്കുണ്ട്. ഈ പറയുന്ന വ്യക്തികൾ എന്നുള്ള സാധാ വ്യക്തികളല്ല,
അച്ഛന്മാരോ അല്ലെങ്കിൽ വലിയ ലീഡേഴ്സോ അങ്ങനെയുള്ളവരെയാണ്. ഈ വേറൊരു മതത്തിൽ നിന്ന് വന്നവർ ഇതെല്ലാം ചെകന്ന് കണ്ടുപിടിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതാണ് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ പുള്ളി അത് പ്രകടിപ്പിക്കുന്നത്. പിന്നെ ധാരാളം സ്ട്രഗിൾസ്, കാരണം 2 ഇതിൽ നിന്ന് വന്നതാണ്. വിവാഹം കഴിഞ്ഞ് അന്നത്തെ ഇതെല്ലാം ആയി നല്ല വിശ്വാസത്തിൽ വന്നാണ് എന്നെ വിവാഹം കഴിച്ചുവെങ്കിലും അന്നത്തെ ദിവസം വൈകുന്നേരം നേരെ ശംഖുമുഖത്തുള്ള അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി. വാസ്തവത്തിൽ എൻ്റെ ഹൃദയം വളരെ വേദനിച്ച ഒരവസരമായിരുന്നു. പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം മാറ്റി എനിക്ക് ദൈവാത്മാവ് തന്നതുപോലെ ഈ വ്യക്തിയെ അവസാനം വരെയും മരണം വരെയും ദൈവികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേട്ടിരുന്നു. അങ്ങനെ ഇന്നലെ വരെയും അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോയി എന്നുള്ളതിനൊരു സംശയമില്ല. വളരെ വളരെ സാഹചര്യങ്ങളിൽ ഞങ്ങൾ വളരെ പ്രശ്നങ്ങളുണ്ടാക്കിയ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കില്ല, ദൈവാത്മാവ് പറഞ്ഞത് ആത്മീയം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. ആ ആത്മീയതയിൽ കൂടെ വളർന്നുപോയി. ഈ കഴിഞ്ഞ ഞങ്ങളിപ്പോൾ പല പ്രാവശ്യം വന്നു പോയി അതെല്ലാം ഇവർ പറഞ്ഞു. ഈ കഴിഞ്ഞ 8 മാസം ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയി, ശനിയാഴ്ചയാണ് മടങ്ങി വരുന്നത്. അവിടെ ചെന്ന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. എപ്പോഴും വീഴുന്ന ഒരു 50 പ്രാവശ്യമെങ്കിലും സെപ്റ്റംബർ തുടങ്ങി ഇങ്ങോട്ട് വീണിട്ടുണ്ട്. ഇതിൽ 49 പ്രാവശ്യവും വീണ ആളിനെ എൻ്റെ 2 തോള് കൊണ്ടാണ് ഞാൻ എടുത്ത് പൊക്കി കട്ടിൽ കിടത്തുന്നതും ഒക്കെയാണ്. വളരെ സാഹസികത ചെയ്ത കാര്യങ്ങളായിരുന്നു ആ സമയത്ത്. അങ്ങനെ എൻ്റെ 2 ഷോൾഡറിനൊക്കെ പ്രയാസങ്ങൾ വന്നു. വീണ് കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയും ഒരിക്കലും എടുക്കരുത്, നിങ്ങൾ ആംബുലൻസിനെ വിളിക്കാമെന്ന്. പക്ഷെ കിടന്നുകൊണ്ട് ലൈല എന്നെ പിടിക്കുമെന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാൻ പിടിക്കും. അങ്ങനെ 49 ടൈംസ് എന്ന് പറയാം, നമ്പർ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ലാസ്റ്റ് ഒരു ടൈം മാത്രമാണ്, ഞാൻ നിക്കു വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, നിക്കുവിനെ ഞാൻ വിളിച്ചു, നിക്കു ഇതാ ഡാഡി ഇതാ കിടക്കുന്നു, ഒന്ന് ഓടി വരണം എന്ന്. നിക്കു കടയിലായിരുന്നു. പിന്നെ ഓടി വന്ന് എടുത്ത് ബെഡിൽ കിടത്തി തന്നു. ഇങ്ങനെ കൂടെ നിന്ന് സഹകരിക്കുകയും പ്രയാസത്തിലും ഭാരത്തിലും വേദനയിലും രോഗത്തിലും കൂടെ നിന്ന് അന്ത്യം വരെ. ഇതിനിടയ്ക്ക് ഹലൂസിനേഷൻ ഉണ്ടായിരുന്നു. അത് വളരെ എനിക്ക് മാനസികമായിട്ട് വേദന, രാത്രിയും പകലും ഒരുപോലെ ജീവിച്ചിരിക്കുന്നവരെയും മരിക്കുന്നവരെയും കാണുന്ന ഒരു പ്രതീതി ലാസ്റ്റ് മൊമെൻറ്റിൽ പുള്ളിക്കുണ്ടായിരുന്നു. അതിങ്ങനെ പറയോ, ദേ ഒരു വലിയ ജനസംഖ്യ വരുന്നു, ഇത്രയും പേര് എന്നെ കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കും. വരുന്നവർക്കൊക്കെ എന്ത് കഴിക്കാൻ കൊടുത്തു, അവർക്ക് നീ ആഹാരമൊക്കെ കൊടുത്തോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ചിലരുടെയൊക്കെ പേരിങ്ങനെ പറയും, ദേ അവരൊക്കെ വന്നു, ആ കുഞ്ഞുങ്ങൾ വന്നു, നീ അവർക്ക് ചിക്കൻ കൊടുത്തോ, വേറെ എന്താ കൊടുത്തത്, ഇങ്ങനെ. പിന്നെ അവരെയൊക്കെ ഞാൻ വീഡിയോയിൽ കൂടെയൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ എപ്പോഴും പറഞ്ഞിരുന്ന് ഒരു ദിവസം കടന്നുകൊണ്ട് പറയുകയാണ്, എവിടെയാ ക്രോസ്, എവിടെയാ ക്രോസ്, എവിടെ ആ ക്രോസ് എവിടെ? അപ്പം ഞാൻ ചോദിച്ചാൽ എന്നതാ ക്രോസ്? അത് കർത്താവ് വന്നിരുന്നു ഇവിടെ, യേശു കർത്താവ് ഒരു ക്രോസുമായിട്ട് ഇവിടെ വന്നു, എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ഞാനിതിവിടെ വെക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വളരെ സന്തോഷം തോന്നി. ശരിയാ, കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് ക്രോസ് വെച്ചിരിക്കുക. ആ കഷ്ടതയാണ് നമുക്ക് ഇന്ന് കിടക്കയും രോഗത്തിലും ഭാരത്തിലും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാലും ഞാൻ പറഞ്ഞു, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്ക്, കർത്താവും ക്രോസും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം യാത്രയൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. 20 hours ഒക്കെ ഇരുന്ന് വന്നതിൻ്റെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാലും 2 പ്രാവശ്യവും 2 ഫ്ലൈറ്റിലും കയറുന്ന സമയത്ത് അവർ എയർപോർട്ടിൽ അവർ റിജക്റ്റ് ചെയ്തതാണ്. പറ്റത്തില്ല, ഇങ്ങനെ ഇരിക്കുന്ന ആളിനെ ഇത് ജീവനുണ്ടോ എന്ന് പോലും അവർക്കറിയത്തില്ല. കാരണം ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആരോടും ഒന്നും മിണ്ടുന്നില്ല, കുനിഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്താണ് വീണ്ടും. പിന്നെ ഏതോ ഒരു ഭാഗ്യം, ദൈവത്തിൻ്റെ വലിയ കരുണയും ആ കരുതലും ഉള്ളതുകൊണ്ട് ഞങ്ങളെ വീണ്ടും വിടുവാനായിട്ട് അവർ സഹായിച്ചു. ഏതായാലും ഞങ്ങളിവിടെ എത്തിയപ്പോൾ 3 ദിവസത്തിൽ ഞങ്ങളെ വിട്ട് കടന്നു പോകുന്ന ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചില്ല. കാരണം ഒരു 6 മാസമെങ്കിലും ഇവിടെ വന്ന് ജീവിക്കണം. കാരണം അവിടെ വെച്ച് എപ്പോഴും ഇങ്ങനെ കണ്ണമ്പുലിയിൽ വരണമെന്ന് പറയുമായിരുന്നു. ജേക്കബ് സരോജ അവിടെ വന്ന ഉടനെ അവരോട് പറഞ്ഞത് അതാണ്, എന്നെ കണ്ണമ്പുലിയിൽ നിങ്ങൾ കൊണ്ടുപോകുമോ? അപ്പോൾ ജേക്കബിനും സരോജത്തിനും എനിക്കും നൈലയ്ക്കും ഒരുമിച്ച് നമുക്ക് താമസിക്കാം. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയായി കണ്ണമ്പുലിയിൽ പോകുന്നത്? അതൊക്കെ നമുക്ക് പോകാം അവിടെ ചെന്നിട്ട് എന്ന്. സൂസി വന്നപ്പോഴും സൂസിയോടും പറഞ്ഞു, എന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ സൂസി എന്നൊക്കെ. അപ്പം നാട്ടിൽ പോകാൻ ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു വലിയ ആഗ്രഹം കൂടെ അവസാനം മാനിച്ചാണ് ഞങ്ങൾ ഈ വലിയ പ്രയാസത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തനിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കുഞ്ഞുങ്ങളും കൂടെ വന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുമ്പോൾ എല്ലാം നന്മയ്ക്കായി കർത്താവ് വ്യാപരിച്ചു. ഇന്നലെ ഇവിടെ വന്ന് ഇന്നലെ രാവിലെയാണ് 9:30-ക്കാണ് മരിക്കുന്നത്. അതിനു മുമ്പ് തലേ ദിവസമൊക്കെ ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് സിംറ്റംസൊക്കെ കണ്ടു. എന്നാലും കർത്താവ് ഇനി ഇത്ര പെട്ടെന്ന് എടുക്കുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്തു.
അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഞാൻ ഈ ജീവിതയാത്രക്കാരെന്നുള്ള പാട്ടാണ് ഞാൻ നിന്നുകൊണ്ട്, വേറെ ആരുമില്ല മുറിയിൽ നിന്ന്. അപ്പം കണ്ണ് തുറന്ന് കിടന്നപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല ഉണർന്ന് കിടക്കുകയാണോ? അതെ, ഞാൻ മൂളി. അപ്പം ഞാൻ ഉടനെ പ്രാർത്ഥിക്കട്ടെ ആന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ 4 അടി ഞാൻ പാടി വെച്ച് തലയിൽ ഇങ്ങനെ തടവി ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതിനോട് ചേർത്ത്, കർത്താവേ, കുഞ്ഞുങ്ങൾ നാളെ പോകുന്നു, എന്താ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ, ഒന്നും എനിക്ക് അറിയത്തില്ല, അങ്ങ് തന്നെ അതിനൊരു മറുപടി എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തീർന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്ന് ഉറക്കെ പറഞ്ഞു. അങ്ങനെ അത്ര ശബ്ദത്തിൽ ഞാൻ ഇടയ്ക്കൊന്നും കേട്ടിട്ടില്ല, പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, യോ പ്രശ്നം ഉണർന്ന് കിടക്കുകയാണോ, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എല്ലാം, അപ്പോഴും മൂളുകയായി ചെയ്യുന്നത്, കേട്ടു എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ദൂതന്മാരെ കാണാനായിട്ട് ആഗ്രഹിക്കണം, വിശുദ്ധിയോടെ സ്വർഗത്തിലേക്ക് പോകുവാൻ എന്നൊക്കെ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞേച്ച് ഇത് 8:30 മണിക്ക് രാവിലെ സംഭവിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ചൊക്കെ കഴിച്ചു. ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യുന്ന ആൾ വന്ന് ക്ലീൻ ചെയ്തു, എല്ലാം ചെയ്ത് നല്ലതായിട്ട് അവിടെ കിടത്തി. കുറേ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പ്രഷർ കൂടുതൽ പ്രയാസം വന്നപ്പോൾ പ്രഷർ നോക്കി, മെഷീൻ എടുക്കുന്നില്ല. അപ്പോഴെങ്കിലും ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് കണ്ണും ഇതെല്ലാം നോക്കിയോ പറഞ്ഞ് പോയി. 9:30. അപ്പം എല്ലാം ഒരുങ്ങി നീറ്റായിട്ട് ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ഇന്നിവിടെ പറഞ്ഞതുപോലെ ഇവരൊന്നും പറയുന്നതിന് അത്രയൊന്നും നമ്മളില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഞങ്ങളിലൊന്നുമില്ല. എന്നാലും ദൈവം ഞങ്ങളെ നടത്തി. കണ്ണമ്മല പ്രദേശത്ത് വരണമെന്ന് ആഗ്രഹിച്ചു. ദൈവം ഞങ്ങളെ കൂട്ടി വീണ്ടും എത്തി. ഇനി അടുത്തതൊരു വലിയ വിടവാണ് എനിക്ക്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സാറിൻ്റെ ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷയ്ക്കാണ് നമ്മൾ പ്രാർത്ഥനാപൂർവം ആയിരിക്കുന്നത്. ഇതിനപ്പുറം അദ്ദേഹത്തിന് നമുക്ക് ഈ ഭൂമിയിൽ ഇനിയൊന്നും നൽകാനില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ പങ്കാളിത്തവും ആവശ്യപ്പെടുകയാണ്. ഇവിടെ നിന്ന് പ്രധാന ശുശ്രൂഷ നിർവഹിച്ച് നമ്മൾ താഴെ സെമിത്തേരിയിൽ പോയി അടക്ക ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരികെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരിക്കും ഈ ശുശ്രൂഷകൾ അവസാനിക്കുന്നത്. അതുവരെ എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആദരണീയരായ ജ്യേഷ്ഠ വൈദികരെ, അനുജ വൈദികരെ, വളരെ ദുഃഖത്തോടും വേദനയോടും എന്നാൽ അതിലുപരിയായി തികഞ്ഞ പ്രത്യാശയോടും കൂടെ ഈ വിയോഗത്തിൽ വേദന അനുഭവിച്ചിരിക്കുന്ന പ്രിയ സഹോദരൻ മാത്യു പ്രഭ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, മകൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ഈ ജ്യേഷ്ഠ സഹോദരനെ യാത്രയാക്കാൻ അന്ത്യ ഉപചാരക ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മഹായിടവകയെ പ്രതിദാനം ചെയ്താണ് ഞാൻ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നത്. വേർപാട് അഗാധമായ ദുഃഖമാണ് ജീവിതത്തിൽ നമുക്ക് തരുന്നത്. അബദ്ധത്തിലോ സുബദ്ധത്തിലോ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, വേർപെട്ടു പോയ ആളിന് എന്ത് പ്രായമുണ്ടായിരുന്നു എന്ന്. അത് നമ്മൾ അറിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് പ്രായത്തിൽ വെച്ച് നമ്മളിൽ നിന്ന് അടർന്നു പോകുമ്പോഴും നമുക്ക് അവശേഷിക്കുന്നത് തികഞ്ഞ വേദന തന്നെയാണ്. കുടുംബത്തിൻ്റെ മുമ്പിൽ ഞാനും ശിരസ് നമിക്കുകയാണ്. കാരണം ഇതര മതവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഒരു കുടുംബം അനുഭവിക്കുന്ന വേദന അനുഭവിച്ചവനാണ് ഞാൻ. തികഞ്ഞ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ക്ഷേത്രത്തിലൊരു പൂജാരിയാകാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ ഏറ്റവും ഈ വെള്ളവസ്ത്രത്തെ നിഷേധിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ക്ഷേത്രത്തിലെ പൂജാരിയല്ല പള്ളിയിലെ പട്ടക്കാരനാക്കാൻ പോകുന്നു എന്ന് ക്രിസ്തു എന്നോട് പറയുമ്പോൾ, അർദ്ധരാത്രിയിൽ പറയുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് മാതാപിതാക്കളുടെ സഹകരണമില്ലാതെ, സഹോദരങ്ങളുടെ സഹകരണമില്ലാതെ ഒറ്റയ്ക്ക് വൈദിക വൃത്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായ മനോവിഷമവും വേദനയും അനുഭവിച്ച ഒരു വ്യക്തിയാണ്.
പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും അതിൻ്റെ വേദന എത്രത്തോളമായിരുന്നു എന്ന് ഈ കുടുംബത്തെ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് ജീവിതം ഒരു വ്രതമാണ്. ഹൈന്ദവ ഭാഷയിൽ അങ്ങനെ പറയുന്നത്, ജീവിതം ഒരു വ്രതമാണ്. ക്രിസ്തു ജീവിതത്തിൽ ഭാനു ശാമുവേൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിനോളം വളരുക എല്ലാവരുടെയും ആഗ്രഹമാണ്. പലപ്പോഴും ആർക്കും അത് കഴിയാറില്ല. മാതൃകയോട് കൂടെ ഈ ധന്യ ജീവിതം അങ്ങനെ ഒരുക്കപ്പെട്ടു എന്ന് കാണുന്നതിൽ വളരെ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിർവഹിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ ഞങ്ങൾക്ക് സത്യവിശ്വാസവും നിശ്ചയമായ പ്രത്യാശയും നൽകിയിരിക്കുകയാണല്ലോ. വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും നിത്യജീവനായുള്ള പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശ്വാസത്തെയും പ്രത്യാശയെയും ഞങ്ങളുടെ ആയുസ്സിൻ നാളുകളിലെല്ലാം ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് ബലപ്പെടുത്തണമെന്ന് അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപാ സമാധാനം തുടർന്നുള്ള ശുശ്രൂഷയിലും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയ തീരത്ത്. ശോഭയേറും ഒരു നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. ശോഭയേറും ഒരു നാടുണ്ടത് കാണാമേ. അവിടുത്തെ കരുണാധിക പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസ ദൈവശക്തി കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവൻ ആദ്യഫലമായി മരിച്ചവിടെ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവിടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തു എല്ലാവരും ജീവിപ്പിക്കപ്പെടും. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ മരണത്വം ഭയപ്പെടുകയില്ല. അങ്ങ് എന്നോട് ഇരിക്കുന്നുവല്ലോ, അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
പുനരുദ്ധാനവും ജീവനുമായിരിക്കുന്ന അങ്ങിൽ അവിടുത്തെ ഈ പ്രിയ സഹോദരൻ സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കല്ലറയെ ഈ പ്രിയ സഹോദരന്റെ ശരീരത്തിന് വിശ്രമത്തെ സ്ഥലമായി ചേരുവാൻ കൃപയരുളയണമെന്ന് ഞങ്ങൾക്കായി ജീവൻ അർപ്പിച്ച യേശുക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമില്ലല്ലോ നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനം മിങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക് വേഗം